രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് ബി.ജെ.പി. ഇന്ത്യയിൽ സംവരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുമെന്ന് രാഹുൽ യു.എസിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ രാഹുലിനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുകയും ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരു ശീലമായി മാറിയിരിക്കുന്നുവെന്നാണ് അമിത്ഷായുടെ വിമർശനം. വിദേശ രാജ്യങ്ങളിലെ വേദികളിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന കോൺഗ്രസ് നേതാവ് എല്ലായ്പ്പോഴും ദേശീയ സുരക്ഷയെ ചോദ്യം ചെയ്യുകയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശികത, മതം, ഭാഷാപരമായ വ്യത്യാസങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വെളിപ്പെടുത്തുന്നത്. രാജ്യത്ത് സംവരണം നിർത്തലാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിലൂടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധ മുഖം തുറന്നുകാട്ടിയെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വിദേശവേദിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ദേശവിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ വിമർശനം കനക്കുകയാണ്. സംവരണത്തോടുള്ള എതിർപ്പ് രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യമാണെന്നും മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരും ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് എതിരായിരുന്നുവെന്നും ബി.ജെ.പി. നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. രാഹുലിന്റെ പരാമർശങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായെന്നാണ് പുറത്തുവരുന്ന വിവരം. സംവരണ വിരുദ്ധ പരാമർശത്തിനെതിരെ DMK അധ്യക്ഷൻ M.K. സ്റ്റാലിൻ, RJD അധ്യക്ഷൻ ലാലു പ്രസാദ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും അമർഷത്തിലാണെന്നാണ് സൂചന. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.